ഹായ് 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 ചെയ്യുമ്പോഴേക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുള്ളത് എന്താ സ്ഥലപ്പേര് പറഞ്ഞാൽ ബനഗനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ബനഗനപ്പള്ളിയിലേക്ക് നമ്മൾ പോകുന്നത്. അത് ഒരു 2 കിലോമീറ്റർ. ഇന്നലെ രാത്രി നമ്മൾ അവിടെ നിന്ന് ബനഗനപ്പള്ളിയിൽ നിന്നും ഒഴിഞ്ഞൊരു പെട്രോൾ പമ്പ് കിട്ടുവാണെങ്കിൽ അവിടെ നിൽക്കാമെന്ന് എഴുതി പോയതാണ്. ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, ചെറുതാണ് എന്നാണ് അറിഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. ഇനിയിപ്പോൾ ഇന്നലെയൊക്കെ പോയ പോലെ വെള്ളമില്ലാത്ത അവസ്ഥയാണോ എന്തോ അറിയില്ല. പക്ഷേങ്കിൽ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ വെള്ളം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പോയി നോക്കി എഴുതി. അപ്പോൾ അതിനു വേണ്ടി ഇറങ്ങുകയാണ്. പിന്നെ കുക്കിംഗ് കഴിഞ്ഞുള്ള രാവിലത്തെ ഭക്ഷണം കഴിച്ചില്ല, അതൊക്കെ കഴിക്കാണ്ട് പോകാണ്ട്. ഇവിടുന്ന് ഏകദേശം 10-26 കിലോമീറ്ററാണ് ഈ പറഞ്ഞ വാട്ടർഫാൾസിക്ക്. അത് നമ്മൾ ഇന്നലെ ബെല്ലേക്യൂ എന്ന് വന്നില്ലേ, ആ ക്യൂവിൽ നിന്ന് വരുന്ന റൂട്ടിൽ തന്നെ ആയിരുന്നത്. നമുക്കറിയില്ലല്ലോ. ഇനി ഏകദേശം 10-20 കിലോമീറ്റർ അങ്ങോട്ട് തന്നെ ഓടണം. റിട്ടേൺ മൈൻഡ് ഓട്ടമാണ്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്താൽ മറക്കരുത്. ഓട്ടോറിക്ഷയും കൊണ്ട് ഞങ്ങൾ സഞ്ചരിച്ച് ഇങ്ങനെ ആന്ധ്രയിൽ ഈ ഒരു കൂർണൂൽ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നാളെ ഞങ്ങൾ തെലുങ്കാനയിലേക്ക് കയറും. തെലുങ്കാന ഞങ്ങൾ ഹൈദരാബാദ് പിടിക്കാനുള്ള പരിപാടിയാണ്. ഹൈദരാബാദിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കാണാൻ വേണ്ടി നിൽക്കില്ല കേട്ടോ. അതൊക്കെ നമ്മൾ അടിച്ച് കയറി പോകും. നമ്മൾ മഹാരാഷ്ട്രയിലോ ഹൈദരാബാദിലോ ഒന്നും കാണാൻ വേണ്ടി കാര്യമായിട്ട് നിൽക്കില്ല. പിന്നെ നമ്മൾ നേരെ വാരണാസി സൈഡ് തന്നെ പിടിക്കും. അപ്പോൾ എന്നാ പറഞ്ഞ പോലെ ഇറങ്ങാൻ നമുക്ക് ഇവിടുന്ന്. ഇതാണ് ബഗനപ്പള്ളി എന്ന് പറഞ്ഞ ടൗണ്. ഞങ്ങൾ ഇന്നലെ വന്നത് അതിലായിരുന്നു. നമ്മളിന്ന് പോയിരുന്ന കടന്നൊക്കെ പമ്പ് അവിടെ ആയിരുന്നു. ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞാനും കുക്കും. ചായ എന്ന് പറഞ്ഞാൽ ദോശ വെച്ച്. ഈ ബഗനപ്പള്ളിയിൽ വെള്ളം, എല്ലാവരും കുടിവെള്ളം കൊണ്ടുപോകുന്ന ഒരു വാട്ടർ ബൂത്താണത് ഉണ്ടോ. പക്ഷേ എങ്കിൽ ഇവിടെ ഫ്രീ ആണ്, പൈസയൊന്നും വേണ്ട. നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം എടുക്കാം. കുപ്പിയിലും ക്യാനിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ചെങ്ങന്മാരെ, അപ്പം ഞങ്ങളാ പറഞ്ഞ വാട്ടർഫാൾസ് ഉണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ പേര് അശോക്. ഹായ്. അപ്പോൾ അശോക് പറയുകയാണ് ഞങ്ങളോട് അവിടെ വെള്ളമുണ്ട്, നിങ്ങൾ പോയിക്കോളൂ. അപ്പോൾ അശോക് നമ്മുടെ ചാനലൊക്കെ ഒന്ന് നോക്കി നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വണ്ടിയൊക്കെ കണ്ടപ്പോഴേ അശോക് നമ്മളൊപ്പം തന്നെയാണ്. അപ്പോൾ എന്തായാലും അശോക് പറഞ്ഞ പ്രകാരം ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയേക്കാം. പിന്നെ ഏതോ സ്ഥലം കൂടി പറഞ്ഞതിനോട്, അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒന്ന് നോക്കണം, ഗൂഗിളിൽ നോക്കിയിട്ട് വേണം അവിടെ പോവാം. ഏതായാലും ഇറങ്ങി പോകട്ടെ. ഓക്കെ ബൈ. ബൈ. അതിൻ്റെ ചെങ്ങന്മാരെ പോകുന്ന വഴിയൊന്ന് നോക്കിയാൽ അതിമനോഹരമായുള്ള കാഴ്ചയാണ്. അതിരാവിലെ തന്നെ നല്ല മലനിര, പാടം, റോഡ് സൈഡിൽ പുളിമരം, ഈ സൈഡിലും അതേപോലെ തന്നെ ഒഴിഞ്ഞ് കിടക്കുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് ഈ റോഡിലേക്ക് കയറുന്ന ആ ഒരു ടൈമിൽ ഈ റോഡിൽ തന്നെ 2 ഗ്രാമങ്ങൾ വേണ്ടി ഞങ്ങൾ വരുന്നു. ധാരാളം പേര് ജോലിക്ക് വേണ്ടി പോകുന്നു. കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്നു. സ്കൂളിലേക്ക് പോകാൻ വേണ്ടി യൂണിഫോം ബാഗ്, അതെ, വെള്ളം എടുക്കുന്നു. അങ്ങനെ ഒരുപാട് നല്ല രസകരമായ കാഴ്ചകളാണ് രാവിലെ നമ്മൾക്ക് ഇതുവഴിയൊക്കെ ഇറങ്ങിയാൽ കാണാൻ വേണ്ടി സാധിക്കണം. എൻ്റെ പൊന്ന് ചെങ്ങന്മാരെ, ഞങ്ങൾ പോകുന്നത് എവിടേക്കാന്ന് തന്നെ അറിയില്ല. ഞങ്ങൾ ആ മലൻ്റെ താഴത്തു കൂടെ പോകുന്നത്. ഇപ്പം ഞങ്ങൾ പോകുന്നത് അതിന് നേരെ ഓപ്പോസിറ്റുള്ളൊരു മലൻ്റെ മേലേക്കാണ് തോന്നുന്നു. ചെറിയൊരു ചുരം പോലെയാണ്. റോഡും വളരെ മോശം കേട്ടോ. ചെറിയ റോഡുമാണ്, വളരെ മോശമാണ്. അതൊക്കെ വലിയൊരു മല ഇടക്കൊന്നില്ലേ. ഈ മല അങ്ങനെ കയറി പോന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാമത്തിലേക്ക് അടുക്കുക. ഈ ഗ്രാമത്തിൻ്റെ നടുവിലൂടെയാണ് ഇങ്ങനെ നമ്മുടെ യാത്ര. ധാരാളം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ളൊരു ഗ്രാമം തന്നെയാണ്. ഈ വഴിയാട്ടോ നമ്മൾ പോകേണ്ടത്. എൻ്റെ പൊന്നളിയാ, ഇവിടെ ഒന്നും ആരുമില്ല. അതിൽ 2 ബൈക്ക് ഇങ്ങനെ വരുന്നുണ്ട് ആ മണ്ണിൽ കൂടെ. നമ്മളാ പോകുന്ന ഗ്രാമം താണ്ട അവിടെയാണ്. ഈ വഴി കണ്ടിട്ട് എനിക്കെന്നെ ട്രാക്ടർ കൊണ്ടുവരണല്ലേ. അതിന് പറ്റിയ വഴിയാണ്. ട്രാക്ടറിന് പറ്റിയ റോഡാണ്, ട്രാക്ടർ റോഡാണ്. പിന്നെ ഇതിലൊക്കെ കൃഷിയിടങ്ങളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. ഇതിലൊക്കെ ഇത് മറിച്ചിട്ടിരിക്കണല്ലോ. അതായത് നമ്മുടെ വണ്ടിൻ്റെ ഫോർക്ക് ലൂസാണ് ഉണ്ടോ സൗണ്ട്. അപ്പോൾ അതൊന്ന് മുറുക്കാൻ പറ്റുമോ നോക്കണം നമുക്ക്. അതായത് നമുക്ക് പോയി നോക്കാം. മുന്നേക്ക് ഇങ്ങനെ വെല്ല പോകാനേ പറ്റുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വണ്ടി നിർത്തി എഴുതിയിട്ട് നിന്നതാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ പോകാനേ പറ്റുള്ളൂ.
ഇതിലെ പോയിട്ടൊരു ഗ്രാമം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ ഗ്രാമത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇതിലെ പോയിട്ടൊരു ഗ്രാമമുണ്ട്, അതാണ് മെയിനായിട്ട്. ചെങ്ങന്മാരെ, ഈ കാണുന്ന ഗ്രാമത്തിലേക്കുള്ള വഴിയാണ് ഇപ്പം നമ്മളാ പോകുന്ന വഴി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ധാരാളം വീടുകളൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവണം. കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പോകണുണ്ടോ, സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉള്ളൊരു ഗ്രാമമാണിത്. ഇവിടേക്കുള്ള വഴിയാണ് ആ ഒരു വഴി. ഏതായാലും ഗ്രാമത്തിൽ നമ്മളുടെ വണ്ടി എത്തിയിട്ടുണ്ടോ. ഇനി ഈ റൂട്ടിനാണ് പോകേണ്ട കേസ്. നമ്മൾ പോകേണ്ട വഴിയാണ് ഈ ഒരു വഴി എന്ന് പറയുന്നത്. നമ്മൾ ഇറങ്ങി പോകുന്നത് ആ കാണുന്ന അതിലങ്ങനെ ഇതിലെങ്ങനെ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഇതിലെങ്ങനെയാണ് പോകുന്നത്. ഇത് ഫുള്ളായിട്ട് ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ് അല്ലേ, നല്ല വീടുകളുള്ള സ്ഥലമാണ്. ഇവിടെ ചെറിയൊരു കോവിലുണ്ട്, ഒരു അമ്പലമാണുള്ളത്. ആ ഇനി ഇതായി ഇവൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിലെ പോകാനാണ്, ഇതിലെ പോയിട്ടാണ് വാട്ടർഫാൾസ് എന്നാണ്. ഏതായാലും വഴി അടിപൊളിയായിരുന്നു, ഒരു രക്ഷയല്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾ വലിയൊരു മലയുടെ അടുത്തൊരു മലയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതാ ആ കാണുന്ന അവിടെയാണ് നമ്മളുടെ വാട്ടർഫാൾസ്. നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റില്ലേ? ഇനി കുറച്ച് ദൂരം കൂടി പോകണം. നമ്മൾക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കൂടി അങ്ങോട്ട് പോകാനുണ്ട്. പോയി നോക്കാം. വെള്ളമുണ്ട്, എന്തായാലും വെള്ളമുണ്ട്, അടിപൊളിയായിരിക്കും, സൂപ്പറാണെന്നാണ് ഇവിടുന്ന് കണ്ടിട്ട് തന്നെ നമുക്ക് മനോഹരമായിട്ട് തോന്നുന്നുണ്ട്. അതിലാറെ കാഴ്ചകളാവും. അതെ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് മങ്കപ്പേട്ടൈ വാട്ടർഫാൾസ്. അതാണ് ഇതിന്റെ പേര്, മങ്കപ്പേട്ടൈ വാട്ടർഫാൾസ്. അങ്ങനെയെങ്കിൽ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. തികച്ചും ഒരു ഗ്രാമം കഴിഞ്ഞ് മല കഴിഞ്ഞ് അല്ലേ, ഇതുപോലെ കൃഷിയിടങ്ങൾ കഴിഞ്ഞ് ഒരുപാട് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ ഇതേപോലെ നമ്മൾ വന്ന വഴി നിങ്ങൾ കണ്ടല്ലോ. കാറൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ടാസ്ക്കാണ്. കാറൊക്കെ ചിലപ്പോൾ അടി തട്ടും. ഇതന്നെ നമുക്ക് ഗ്യാപ്പ് ഉണ്ടായിട്ടല്ല, പക്ഷേങ്കിൽ ഇത് കാണണം എന്നൊരാഗ്രഹം. അപ്പോൾ അതുകൊണ്ട് വന്ന് കാണണമാണ്. കാരണം തിരക്കേടില്ല. ഇവിടെ ആരോട് ചോദിച്ചാലും അവർ ആദ്യം പറയുന്ന പേര് ഇതാണ്, മങ്കപ്പേട്ട വാട്ടർഫാൾസ്. എനിക്ക് നല്ല സൂപ്പർ എന്നൊക്കെ പറയണവർ. അപ്പോൾ അതൊന്ന് വന്ന് വെള്ളം എപ്പോഴും ഇല്ലേ, കൊടും വേനൽക്ക് വെള്ളം ഉണ്ടാവില്ല കേട്ടോ. കൊടും വേനലായി കഴിഞ്ഞാൽ വെള്ളമില്ല. മഴക്കാലത്ത് ധാരാളം വെള്ളമായിരിക്കും ഉണ്ടാവുക. ഏതായാലും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്താനായുണ്ട്. ഇതിലൊക്കെ വണ്ടി പോവും, പക്ഷേങ്കിൽ റോഡ് ക്ലിയർ അല്ല. നമ്മളെ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ആ കാണുന്ന വാട്ടർഫാൾസ്. ആൻ്റെ ചെങ്ങന്മാരെങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടല്ലേ, നല്ല വെള്ളമാണ്. ഇന്ന് എല്ലാവരും കുളിച്ചിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഇവരൊക്കെ ഒന്ന് കുളിച്ചിട്ടാണ് പോകുന്നത്. വെള്ളം കണ്ടെങ്കിൽ ഇപ്പോൾ ഈ മഴയില്ലാത്ത ഈ ഒരു സമയത്ത് പോലും ധാരാളം വെള്ളമാണ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അലക്കി കുളിച്ചിട്ടൊക്കെ പോവാം അല്ലേ. അലക്കി കുളിച്ച് ഉഷാറായിട്ട് വേണം പോവാം. ഇപ്പോൾ വെള്ളം കുറവാണ്, പക്ഷേങ്കിൽ എന്നാലും വെള്ളം നോക്കി അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് താഴത്ത് പോയി കണ്ടാലോടാ. അതിലിറങ്ങാം അല്ലേ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ വെള്ളം അങ്ങനെ ചാടിയിട്ട് ഇതുവഴി അങ്ങനെ ഒഴുകുവാണ്. അതിൽ ധാരാളം കൃഷിയിടങ്ങളോ കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാർഷിക മേഖലയിലേക്ക് ഈ മലയ്ക്ക് മേലിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ഈ ഒരു വെള്ളം, ഈ ഒരു വാട്ടർഫാൾസ് ഒഴുകി ചാടി പോവുകയാണ്. നല്ല ഹൈറ്റാണ്. പിന്നെ ഇത് കൂർണൂർ ജില്ലയിൽ, ആന്ധ്രാപ്രദേശിലെ കൂർണൂർ ജില്ലയിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ അകലെയാണ്. കൂർണൂർ ജില്ലയിൽ തന്നെയാണിത്. അതിൽ ഒഴുകുന്നുണ്ട്, ഇതിലിങ്ങനെ പരന്നൊലിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. നമുക്ക് ധാരാളമായിട്ട് കുളിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. പിന്നെ ചുറ്റിനും മലയാണ്, മലയുടെ ഒരു നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. വരുന്ന വഴി പക്ക ഓഫ് റോഡാണ്. ധാരാളം ആളുകളാണ് അവിടെ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇത് ഒരിക്കലും നിസ്സാരമല്ല. ഇതിലൊക്കെ വെള്ളം ചാടുന്നതിൻ്റെ പാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിലൊക്കെ വെള്ളം ചാടുന്ന പാടൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴയില്ലാത്ത ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഇത്രയധികം വെള്ളം ഇതിലുണ്ടെങ്കിൽ മഴക്കാലത്ത് എത്രത്തോളമായിരിക്കും അല്ലേ. ഒന്നായിട്ട് ഇങ്ങോട്ട് ചാടും. കാരണം ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം കാര്യമൊന്നുമില്ല. ഈ വാട്ടർഫാൾസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 അടിയാണ്. അത് പരാമർശിക്കുന്നുണ്ട്. 50 അടി ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം ചാടുന്നത്. അതായത് ഈ പറയുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 50 ആവും. അങ്ങനെയെങ്കിൽ 50 അടി ഹൈറ്റിൽ നിന്ന് ചാടുന്ന വാട്ടർഫാൾസിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ഇത് ഇതുവരെയായിട്ട് കേരളത്തിൽ ആരും യൂട്യൂബിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ. ഒരു പൈസ അല്ല, ഇത് ഫസ്റ്റ് നമ്മളാണ്. കാരണം ഇവിടേക്ക് വരിക എന്നുള്ളതിൻ്റെ ടാസ്ക്കാണ്. ആ ഒരു ടാസ്ക് ഏറ്റെടുത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഞങ്ങളൊരു 1K ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോക്കൊക്കെ 1000 ലൈക്ക് ഞാൻ കിട്ടിയിട്ട് കുറേ ആയി.
അപ്പോൾ നിങ്ങളൊരു 1K ലൈക്ക് തരണം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ അടിക്കാൻ, ലൈക്ക് അടിക്കാനും മറക്കരുത്. അതിന് ഞങ്ങൾ ഇവിടെ നിന്നൊന്ന് കുളിക്കട്ടെ. കുളിക്കാനുണ്ട്, പിന്നെ അലക്കാൻ കല്ലില്ല, എന്നാലും ഞങ്ങൾ എടുത്തുണ്ട്. ഈ കല്ലുമ്മലൊക്കെ ഇട്ടാണ്ട് അലക്കാം അല്ലടാ. ആ കല്ലുമ്മലൊക്കെ ഇട്ട് അലക്കിയിട്ട് ഉഷാറായിട്ടൊന്ന് കുളിച്ചിട്ട് വേണം പോവാം. ഓ കുളി കഴിഞ്ഞ ഉടനെ നമ്മൾക്ക് കുക്കിംഗ് ആണ്. കുക്കിംഗ് ഒക്കെ നമ്മളിവിടെ നമ്മുടെ വണ്ടി നിർത്തിയതിൻ്റെ അപ്പുറത്തായിട്ട് ചെയ്യാം അല്ലേ. ഞങ്ങൾ വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. അതിനടുത്ത് ഇവിടേക്ക് നല്ല ആയുണ്ട്. ദിവസം മുട്ടിലത്രയൊക്കെ വെള്ളം ഉണ്ടോ? ഇവിടേക്ക് നല്ല ആയുണ്ട്. ഓ എന്താ മട്ടം ഒന്ന് വെറുതെ ഒന്ന് പോയി നോക്കാം. ആഹാ നീന്തി പോകണ്ട ചെറുക്കം പോകണ്ട. ഓ എൻ്റെ പൊന്നാളിയാ. ആയുണ്ടോ? നല്ല ആയുണ്ടോ? എത്ര ഉണ്ട്? അത്ര ഉള്ളൂ? ആയം വല്ലാതില്ല കേട്ടോ ഗൈസ്. ഇല്ലല്ലോ, ആയൊന്നും വല്ലാതല്ല കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ കുളിച്ച് കയറണം. അപ്പോൾ അവിടെ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അവൻ സമ്മാനിച്ചത്. കുക്ക് വീണ്ടും 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 അവിടെ നിൽക്കാൻ കഴിയില്ല. തലമയ്ക്ക് ഇങ്ങനെ ചാടിയിട്ട് അവിടെ നിൽക്കാൻ പറ്റണില്ല. അവൻ നേട് പോകുന്നത്. ഓ ലല്ല അങ്ങനെ അടിപൊളിയാ. എന്നാ ഞാനൊന്ന് പോയോട്ടെ. മക്കള് ഇതിന് സുഖം വേറെ തന്നെയാണ്. വേറെ എവിടെയും കിട്ടത്തില്ല ഈ സുഖം. തീർച്ചയായിട്ടും. ഓക്കെ കാണുക. മച്ചന്മാരെ ഇങ്ങോട്ട് പോയിട്ടോ. ഇങ്ങോട്ട് പോരി കാണാം ചാടാൻ വേണ്ടി. തെറ്റ് സ്ഥലം പവർ പവർ. അതായത് അതിൻ്റെ ചോട്ടിക്ക് വരെ നമുക്ക് ക്യാമറ ആയിട്ട് പോവാട്ടോ. കാരണം എന്താ വെച്ചാൽ അത്ര വലിയ ആയമല്ല. ഞാൻ എൻ്റെ അടുത്തുള്ള ആയാണ് എത്ര ഉള്ളൂ. നോ പ്രോബ്ലം ആണ്. അട്ടകത്ത മാർക്ക്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതിലേ ഒഴുകുന്നുണ്ട്. കുക്കോടെ പൊളിയാമോ. എന്നാൽ പിന്നെ ഞങ്ങൾ കുളിച്ച് കയറട്ടെ. കുളിച്ച് കയറുക പറഞ്ഞാൽ ആദ്യം തിരുമ്പണം. ഞങ്ങൾക്ക് തിരുമ്പി ഉണക്കി എടുത്തേ, എന്നാലേ നമ്മൾ പോകുമ്പോഴേക്കും ഉണങ്ങി കിട്ടുള്ളൂ. ഓക്കെ. അതിൻ്റെ പൊന്നാളിയന്മാരെ ഞങ്ങളാണ് ഫസ്റ്റ് ഇവിടെ എത്തിയത്. ഇപ്പോൾ കുറേയൊക്കെ ചെക്കന്മാരൊക്കെ വന്ന് ഒരു നീരാടുകയാണ്. ഞങ്ങളുടെ നീരാട്ട് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളിനി പോവുകയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളൊക്കെ അവിടെ തോരട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി ഈ മനോഹരമായിട്ടുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നും ഞങ്ങൾ വണ്ടിയിലേക്ക് പോവാണ്. ഇവിടെ 2-3 കുരങ്ങന്മാർ അവിടെയൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു കേട്ടോ. ഏതിലേ ഇതിൻ്റെ മേലെ അതിലെ പോകണം. അവിടെയൊക്കെ ഉണ്ട്. പിന്നെങ്കിലും എന്താ വെച്ചാൽ ഇവിടേക്ക് വല്ല ടൂറിസ്റ്റുകൾ വന്ന് അവരെ മറ്റുള്ള കാര്യങ്ങൾ ശീലിപ്പിക്കാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കരുതാം. എന്തായാലും വണ്ടി അടുത്ത് പോയൊക്കെ എന്തെങ്കിലും കാട്ടിയെന്നോ അറിയില്ല. ഇവിടെ നിന്ന് പോകാൻ തോന്നില്ലേ, കാരണം അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അധികം ആളുകളൊന്നും ഇല്ലാതെ. ഇപ്പോൾ 9 മണിക്ക് ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോഴാണ് ഇവരൊക്കെ വന്നത്. ഇവരൊക്കെ വന്നിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ നല്ല രീതിയിൽ കുളിച്ച് അല്ലേ. ഒരു ആഡംബര കുളിയായിരുന്നു. ആഡംബര കുളി. അതിമനോഹരമായിട്ടുള്ള കുളി. ഏതായാലും ഈ ഒരു വാട്ടർ ഫാൾസിൽ നിന്ന് ഞങ്ങൾ ഇനി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ലാസ്റ്റ് എന്നോട് കണ്ടത് അതാ അവിടെ വെള്ളച്ചാട്ടം. വണ്ടിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. വണ്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞങ്ങൾ കുറച്ചാണ്, പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല, ഒന്നും പോയില്ല. ഞങ്ങൾ അങ്ങോട്ട് ആ വഴിക്ക് നമ്മൾ പോകുന്ന വഴിയാണത്. അപ്പോൾ ആ വഴിയിൽ എവിടെയൊക്കെ വെച്ച് കുക്ക് ചെയ്യണം നമുക്ക്. അപ്പോൾ ആ ഒരു പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അനങ്ങാണ് കേട്ടോ. ഞങ്ങൾ മെയിൻ റോഡിലേക്ക് പോവാണ്. ഇത് നമ്മൾ വന്നിരുന്ന ഗ്രാമമല്ല, വേറെ വഴിയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾക്ക് കോർണറിലേക്ക് ഒരു വഴി ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളൊരു ഗ്രാമത്തിലേക്ക് കൂടി എത്തിയിരിക്കുവാണ്. ഇവിടെ ഈ ഗ്രാമത്തിൽ വന്ന് ഗൈസ് വഴിയല്ല, മണ്ണിട്ട റോഡ്.
ആ മണ്ണിട്ട് റോഡ് മാത്രമാണുള്ളത്. റോഡല്ല, റോഡില്ല, വെറും മണ്ണിട്ട ഈ വഴികള്. ഇവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എന്താണ്? അതിലൂടെ വാഹനങ്ങളൊക്കെ ഉണ്ടാകും. ഓട്ടോറിക്ഷ ഒഴികെ ബാക്കിയുള്ള 4 വീലൊക്കെ ഉണ്ട്. 4 വീലും 2 വീലും. ബൈക്കാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ബൈക്ക് ധാരാളം ഉണ്ട്. ഓട്ടോറിക്ഷ കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതമാണല്ലേ. ഒരു കാറ് കയറി വരാണ്ടങ്ങള് അതിനേക്കാൾ ഡേഞ്ചറാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ നോക്കാം, മലനിരകൾ കാര്യങ്ങൾ, അതിലെ വെള്ളക്കെട്ട്, ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഉണ്ടായില്ലേ. നിങ്ങൾ ഇവരുടെ കാര്യം ആലോചിക്കും. ഇവർക്കൊക്കെ വോട്ടുണ്ട്, വോട്ട് വരുന്നുണ്ടാവും. പക്ഷേ ഇവരുടെ ഈ വഴി എന്താണാവോ ക്ലിയർ ആക്കാത്തത്. ഒരു വഴിയെങ്കിൽ ഒരു വഴി, 2 സൈഡ് കൂടെ ഉണ്ട് വഴി. 2 സൈഡ് തന്നെ അവസ്ഥ. 2 ഗ്രാമങ്ങളുണ്ട് ഇതിനകത്ത്. ആ ഗ്രാമങ്ങളിലും ഒരു 10-50 വീടുകൾ വെച്ചുണ്ടാവും. കർഷകരാണ് അല്ലേ? പിന്നെന്താ, കർഷകരാണ്. ഈ മലയിടുക്കിൽ അവരിങ്ങനെ ജീവിക്കുവാണ്. ഞങ്ങൾ ഈ വണ്ടിയും കൊണ്ട് ഇതിലെ പോന്നിട്ട് ഓടിക്കുന്ന അനുഭവം. കാരണം ഇജാതി റോഡല്ലേ. എന്നിട്ട് നോക്കാം താഴത്തെ കൂടെ സഹിക്കാവുന്നതിലപ്പുറത്താണ്. അതിലൊരു നദി ഒഴുകുന്നുണ്ട്. അങ്ങോട്ട് നോക്കാം. എന്താ അളിയാ മരേ, ഇങ്ങോട്ട് നോക്കി എങ്ങനെ ഈ റോട്ടിൽ കൂടെ ഒക്കെ പോരും. ഇങ്ങോട്ട് ഇജാതി റോഡാണ്, ഇജാതി കുത്തനെ, പേരും കുത്തനാണ്. നോക്കിയാണ്ടോ, ഇത്ര കുത്തനാണ്. കല്ലാണെങ്കിൽ ഇതൊക്കെ പഞ്ചായത്താരും കൂടി ഇവിടെ റോഡും കൂടി ശരിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലോ അടിപൊളിയാവും. ഇജാതി വേപ്പിലൊക്കെ എങ്ങനെയാണ് കണ്ടോളും. ക്ലച്ച് ഡിസ്കും എല്ലാ ഡിസ്കും ഇപ്പൊ പോവും. കന്നുകാലിവളത്തിലൊക്കെ വരുമാനമാണ്. അവിടെ അധികം ട്രാക്ടറുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുള്ളൂ. നല്ല കാറ്റുമാണ് ഇവിടെ. കാറ്റ് എന്ന് പറഞ്ഞ കാറ്റാ. ഇത് ഫുള്ള് വഴുതനങ്ങയാണ് കഴിച്ചത്. ഇത് ഫുള്ള് വഴുതനങ്ങയുടെ തോട്ടമാണ്. കണ്ടോ, വഴുതനങ്ങ പറിച്ച് അവർ ചാക്കിലാക്കി കെട്ടിക്കൂട്ടുവാണ്. ഈ ട്രാക്ടറൊക്കെ വന്നിട്ട് അവർ കൊണ്ടുപോകും അല്ലേ, അല്ലെങ്കിൽ കാളവണ്ടിയിലൊക്കെ ആയിട്ട് കൊണ്ടുപോകും. അത്ര നല്ല സാധനമാണോടാ തോട്ടം. അതിലൊക്കെ പറിക്കാറുണ്ട്, പറിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ അധികം വഴുതനങ്ങയാണ് ഈ ഒരു മല മൂട്ടിൽ ചെയ്തിട്ടുള്ളത്. കുറേ കേടന്ന് പോയി, കുറേ നല്ലതുണ്ട്. 2 ചാക്ക് തുന്നി കെട്ടുവാണ്. എൻ്റെ പൊന്നു ചെങ്ങന്മാരെ, വേറെ വിഷയം കേൾക്കണം. ഞങ്ങൾക്ക് 12 കിലോമീറ്റർ നമ്മൾക്ക് ഈ റോഡാണ്. 12 കിലോമീറ്റർ. ഇപ്പം സമയം 11:30 മണി. അപ്പം 2-2:30. അപ്പം ഇന്നത്തെ ദിവസം ഇവിടെ തീരും. കാരണം ഞങ്ങളാകെ പോകുന്നത് സെക്കൻഡ് ഗിയറും ഫസ്റ്റ് ഗിയറും ആണ്. അപ്പോൾ സെക്കൻഡാ ഇത്രേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതിനെ സ്പീഡ് എടുക്കാൻ പറ്റൂല. ഇനി കുക്ക് ചെയ്യണം. നമ്മുടെ ഇവിടെ നിന്ന് കുക്ക് ചെയ്താലൊന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഈ നേരം വരെ കുക്ക് ചെയ്തില്ല. അങ്ങനെ ചെങ്ങന്മാരെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയാണ്. ഇവിടെ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എന്തോ അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന്. ഇനി ഇവിടുത്തെ പണിക്കാർക്കാണ് അറിയില്ല. കാരണം ഇതിൽ ഒരുപാട് കല്ലുകളൊക്കെ ഇങ്ങനെ അത് കട്ടിങ് അതിൻ്റേതായിട്ട് ബന്ധപ്പെട്ട പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് നമ്മുടെ വണ്ടി സൈഡാക്കി നമ്മൾ വന്ന വഴി അതിലാണ് വെച്ച് കുക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. എത്ര കിലോമീറ്റർ പോകുന്ന വെച്ചറിയില്ല. പക്ഷെ നമുക്ക് ഇനി 12 കിലോമീറ്റർ ഈ റോഡ് പോകാണ്ട്. വയസ്സപ്പം അങ്ങനെ ഞങ്ങൾ ചോറ്റിക്ക് ഒരു ഉള്ളി റോസ്റ്റ് 2 മുട്ട പോരെ, അതുള്ളൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓക്കെ വയസ്സ്. ആ ബൈക്കുമ്പോൾ പോണ ഏട്ടന്മാർ നമ്മളിവിടെ കുക്ക് ചെയ്യണ കണ്ടിട്ട് ഇവിടെ ഒരു ആശ്രമമാണ് പോലോ. അപ്പോൾ ഇവിടെ ഡെയിലി ഫുഡ് ഫ്രീ ആയിട്ട്, അതായത് അന്നദാനമാണ്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് പോയി നോക്കണം, ഒരു ചോറൊന്ന് വാങ്ങി നോക്കാം. നമ്മൾക്കവിടെ ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടായതുകൊണ്ട് 2 ആൾക്കും പോരാൻ വേണ്ടി പറ്റില്ല. ഉണ്ടാവും ഇതൊക്കെ മങ്കീസന്മാരുടെ ശല്യമുണ്ട്. അപ്പോൾ വണ്ടിയിൽ ഈ തക്കാളി മറ്റുള്ള സാധനങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരാളില്ലെങ്കിൽ പണി കിട്ടും. ഇത് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് ഇത് ഏതാണ് സ്ഥലം, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും നമ്മൾക്ക് അറിയണില്ല. ഇവിടെ നിന്നാണ് നമുക്ക് അന്നദാനം ഉള്ളത്. പക്ഷേ എങ്കിൽ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുകയെന്ന് അറിയില്ല. ഉണ്ടോ കുരങ്ങന്മാരുണ്ടോ? അപ്പോൾ പ്ലേറ്റ് കിട്ടണം ആദ്യം. ഇത് നല്ലൊരു ഏരിയ, ഈ ഒരു ഏരിയ ഫുള്ള് തന്നെ ഉള്ളൂ. പ്ലേറ്റ് അതിൽ കിടക്കണം. പ്ലേറ്റ് എടുക്കാം, ഒരു പ്ലേറ്റ്. എന്നിട്ട് ചോറ് കിട്ടും നോക്കാം നമുക്ക്. ചോറ് ഇതിൽ കുറേ വേസ്റ്റ് ആയിട്ടുണ്ട് ചോറ്. ഇനി നമുക്കിതും കൊണ്ട് ചെന്ന് നോക്കാം. ഇത് വലിയൊരു ആശ്രമമാണെന്നാണ് പറഞ്ഞത്. നല്ല വിസ്തി. ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇവിടെ ക്ഷേത്രമാണ് കാണുന്നത്, അതായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഇവിടെ ചോദിച്ചു നോക്കാം.
ആ ഓക്കെ. ഇതിലെന്താ ഇതെന്താ നൂഡിൽസ് സംഭവം പോലത്തെ എന്താ സംഭവം? അതിൽ സേമിയുണ്ട്, പിന്നെ കടലയുണ്ട്. ഇത് വഴുതനങ്ങൻ്റെ ഐറ്റമാണ്. ആ ഓക്കെ. ആ റൈസും ആ ആ ഇത് റൈസ് ഐറ്റംസും ഉണ്ട്. ഏട്ടൻ തല്ലോ, ഏട്ടൻ കുരങ്ങന്മാരാണ്. അപ്പോൾ ഇതിങ്ങനെ സംഭവമാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ ഞാൻ, എന്താണ് അവസ്ഥ അറിയാം. ഇത് ഞാൻ കഴിച്ചിട്ട് വേണം കുക്കുവിന് കൊണ്ട് കൊടുക്കാം. കുക്കുവിന് വാങ്ങാൻ വിടാൻ അങ്ങോട്ട്. അത് സത്യം പറഞ്ഞാൽ പക്ക മധുരമാണ്. പിന്നെ ഈ കറി കൂട്ടുമ്പോഴാണ് ഒന്നുകൂടി ഉഷാറാവും, നല്ല ടേസ്റ്റി ആവുന്നത്. ഇത് തന്നെയാണ് ഇവരെല്ലാവരും ഇതാണ് അധികം കഴിക്കുന്നത്. റൈസിനെക്കാട്ടിയും കൂടുതൽ ചിലവാകുന്നത് ഇതാണെന്നൊക്കെയാണ്. അതായത് കടലയും സേമിയും, പിന്നെ അതിലേക്ക് വഴുതനം കൊണ്ടൊരു കറി, ഒരു അച്ചാർ കറി. ഞാനേ അവിടെ നിന്ന് എടുത്താണ്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇത് നോക്കാം. ഞാനത് നോക്കി കുറച്ച്. ഇനിയിപ്പോൾ അനക്ക് ജൈനായിട്ട് പോയി വാങ്ങേണ്ട വെച്ചിട്ട് കൊണ്ടുവന്നാണ് ഞാൻ. എനിക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റ് ഫുള്ള് നിന്നാണ് ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുവരാം. എങ്ങനെയുണ്ട് ടേസ്റ്റ്? മധുരല്ലേ? ആ അടിപൊളിയാണ്. സേമിയും കടലയാണ് അല്ലേ? പിന്നെന്താ ഏത് അത് ഇതേ വഴുതനങ്ങ കൊണ്ടൊരു അച്ചാർ കറി. ആ ചിലപ്പോ ഉറപ്പില്ല, ചിലപ്പോ ഇവിടെ നിൽക്കുവാണെങ്കിൽ നിൽക്കുന്ന ദിവസം ഒന്നും വീഡിയോ ഉണ്ടാവില്ല. കാരണം ഇവിടെ ഒരു ഫുള്ള് റേഞ്ചില്ല. വീട്ടിൽ കുളിക്കാനൊക്കെ എന്താ ഒരുപാട് പേരുണ്ടല്ലേ? അന്നദാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം അല്ലേ? സീനാണ്. ഒന്നിലേറെ ഇവിടെ നെറ്റ്വർക്ക് റേഞ്ച് ഇല്ല, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടുന്ന് ഇനി നമുക്ക് 12 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇന്ന് ചാടിയില്ലെങ്കിൽ നാളത്തെ ദിവസം ഉച്ച വരെ നമുക്ക് ഇവിടെ പോകും. ഉച്ച വരെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് അല്ലേ? ഇവിടുന്ന് ചാടുകയാണ്. നമ്മളിനിയിപ്പോൾ ഈ വഴി എന്താ മട്ടല്ല, നമ്മൾ അങ്ങോട്ടാണല്ലോ പോണേ. മുന്നിക്ക് എന്താ അവസ്ഥ അറിയില്ല. പോവാ എന്തായാലും. ചെങ്ങൈമാരെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ആട്ടുംകുട്ടികൾ ഇട്ടേച്ചിക്കണ്. ഒന്നിനുള്ളൂ നല്ലല്ലേ? നാലുണ്ടല്ലേ? അതിപ്പോ അതിന് വേണ്ടിയിട്ടുള്ളൊരു കൊറേ ദിവസം ഞങ്ങൾക്ക് കൂടാണ്. പിന്നെ ഇതും കാണുന്നുണ്ട് ഞങ്ങള് ഇടക്ക്. ആട്ടും കൂടല്ലേ? ഷെഡ്. ഇത് ആട്ടും കൂടെ തന്നെ കാണുന്നുണ്ടല്ലേ? ഇതെന്താ ഫിറ്റ് ചെയ്തോടെ വളർത്തിയെടുക്കണോ? അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫിറ്റിങ് കാണാൻ. ഇത് ആളില്ലാത്തോണ്ട് അല്ലെങ്കിൽ ഞാൻ പോക്കും വെയിറ്റ് ഉണ്ടാകുന്നതാണ് കേട്ടോ. 2 പേരിലോണ്ടല്ലേ പൊക്കി. ആളുണ്ടെങ്കിൽ നമുക്ക് പൊക്കാറ്. ആ ഒരു എന്താ അവിടെ നമ്മളെ കൊല്ലംകോടിന്റെ ഒരു ഭംഗി പോലെ അല്ലേ? അതെ, കൊല്ലംകോട് ആ ഒരു ഭംഗി അതെ ഭംഗിയായില്ലേ? ചെറുതായിട്ട് കാണുള്ളൂ. അതെ കുതിരകൾ എന്റെ ഗോഡ്സാണത്. എന്റേതാണ്. പച്ചപ്പുല്ലിൽ ഇങ്ങനെ മേയാണ്. ഒരു 4 ആൾക്കാർ അതിന്റെ കുട്ടിയൊക്കെ ചെറിയൊരു പൈതലൊക്കെ അവിടെ ചെറിയ പൈതലാണ്. ഇങ്ങോട്ട് വേടാ, ഇങ്ങോട്ട് വാ. നീ കളിക്കാൻ വേണ്ടി ആ ടിന്റുമോനെ നമ്മള് കണ്ടിരിക്കുന്നു. നമ്മളിത് ആ കാണുന്ന വഴികളിലൂടെയാണ് വന്നത് ഇങ്ങോട്ട്. അതിൽ 2 ട്രാക്ക് കണ്ടത്, അതിലാണ് നമ്മൾ വന്നത്. ഇവിടെയൊക്കെ വളരെ വൃത്തിയായിട്ട് കാണാം. എന്നല്ലേ ആ ആശ്രമം എന്ന് പറയുന്നത് അവിടെയാണ്. പിന്നെ അങ്ങോട്ടൊക്കെ നോക്കാം മലനിരക്ക്. എന്നാ വ്യൂ, അടിപൊളിയാണ്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ ചുരമാണത്. ഈ മണ്ണിട്ട് റോഡിന്റെ ചുരം. മൺ റോഡ്.
ഇവനേതാ? ഇതിന്റെ പേരാണ് കൈത. കൈതന്റെ കാലാണ് പൊട്ടി ചാടാക്കാൻ പോകാതൊക്കെ വേണ്ടി ഇങ്ങനെയൊക്കെ പെരുമാറി ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് വേറൊരു അത് നമ്മുടെ ആശ്രമം കഴിഞ്ഞിട്ട് വേറൊരു വില്ലേജിലാണ് ഇപ്പോൾ ഉള്ളത്. സത്യം പറയുകയാണല്ലോ, ഇവിടെ ആന്ധ്രയിലെ വില്ലേജിലുള്ള ആളുകൾ പൊതുവെ ഇവിടുത്തെ ആളുകൾ വളരെ സപ്പോർട്ടിങ് മൈൻഡാണ്, സപ്പോർട്ടിങ് മെൻറ്റാലിറ്റി. അവർ നമ്മളെ സഹായിക്കാൻ എത്രത്തോളം തയ്യാറാണ്. നമ്മൾ കേരളത്തിലാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളുടെ യാത്ര അവരറിയുമ്പോൾ അവരൊന്നും കൂടി നമ്മൾക്ക് ഒന്നും കൂടി സപ്പോർട്ട്. വണ്ടിയിൽ കൂടി പോകുന്നതൊക്കെ പറഞ്ഞപ്പോ ഓട്ടോറിക്ഷയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ, അതായത് നമ്മൾ ഡാർക്ക് റോഡിലേക്ക് കയറിയിട്ട് കേട്ടോ. ഡാർക്ക് റോഡ് റബ്ബറൈസർ ഇനി അങ്ങനെ അടിച്ചു വിടാം. കുറച്ച് ദൂരം അവിടെ പോകണം. 3:15 സമയമായി. നമ്മൾക്ക് കൂർണൂർക്ക് എത്തൂലെങ്കിലും അതിൻ്റെ ഒരു പകുതിയെങ്കിലും എത്തണം നമ്മൾ. അവരെ നാളെ നമുക്ക് തെലുങ്കാന കയറാം. ചെങ്ങന്മാരപ്പം ഞങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഹൈവേയിലാണ്. അതായത് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേ NH44. അതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി ഫുള്ള് ഇനി അങ്ങോട്ട് ഈ ഈവനിങ് ടൈം നമുക്ക് എന്തായാലും മുഴുവനായിട്ട് ഈ റോഡ് ഇന്നത്തെ ദിവസമല്ല, നാളെയൊക്കെ നമുക്ക് ഈ ഹൈവേ തന്നെയാണ് ഉള്ളത്. കാരണം ഹൈദരാബാദാണല്ലോ ഇവിടെ നിന്നിട്ടാണ് ഹൈവേ ആണ്. അപ്പോൾ ഹൈവേയിൽ കയറിയുണ്ട്. ഇനി നമ്മുടെ കളി ഹൈവേയിലാണ്. ഹൈവേകളിൽ ഭയങ്കര കാറ്റാണ്. മുക്കാകുമ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായി റെഡിയാകോ? കാറ്റ് എന്ന് പറഞ്ഞാൽ കൊടൂര കാറ്റ്, അസാധ്യ കാറ്റ്. നമ്മള് പൂർണ്ണലെത്താനായിട്ടുള്ളത് ഇന്ന് എത്തുക അറിയില്ല. 5:10 അപ്പം അതുകൊണ്ട് ഇനി കാണുന്ന ദാബയോ പെട്രോൾ പമ്പോ നമുക്ക് എടുക്കണം. നമ്മൾ കയറി കൊടുക്കണം. കാരണം ഇവിടെ മഴയ്ക്ക് നല്ല സാധ്യതയാണ്, നല്ല കാറ്റുമാണ്. അപ്പോൾ അത് പ്രശ്നമാണ്. ആകെ പ്രശ്നമായി അല്ലേ? കൊലം പ്രശ്നം. കാരണം വേണ്ടോ, കർട്ടനൊക്കെ ഇട്ട് ബമ്പ സെറ്റപ്പിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. പക്ഷേ നല്ല കാറ്റ്, അടിച്ച വിളിച്ച കാറ്റാണെന്നത് കയറിയിട്ട് കർട്ടനെ എടുത്ത് വണ്ടി നല്ല മറിച്ചിടുമെന്ന് അറിയില്ല. ഏതായാലും നമ്മൾക്ക് ഒരു പെട്രോൾ പമ്പ് ഒരു ദാബയോ ഒരു 10 നിമിഷം കൊണ്ട് കിട്ടിയിട്ടില്ല. പിന്നെ അടുത്തൊരു നിർബന്ധമുണ്ട്. അടുത്ത കാണുന്നില്ല, നമ്മൾ കയറി കൊടുക്കും. സമയം 5:20. നമ്മൾക്കൊരു ദാബയാണ് കിട്ടിയില്ല, വലിയൊരു ദാബയാണ്. അപ്പോൾ ഈ ഒരു ദാബയിലാണ് ഇന്നത്തെ നമ്മളുടെ സ്റ്റേ എന്ന് പറയുന്നത്. ഞങ്ങൾ ഇവിടെ ആരോടും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കയറ്റി നിർത്തിയേക്കാണ്. ഇനി ആരൊക്കെ ചോദിക്കുമ്പോഴല്ല എന്തായാലും ഇവർ ഇവിടെ നിന്ന് പറഞ്ഞേക്കൂല. അതുകൊണ്ട് നമുക്ക് അത്ര വലിയ ടെൻഷനൊന്നും വേണ്ട. ചോദിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചോദിച്ചാൽ ഒന്നും കൂടി ധൈര്യമായിട്ട് നിൽക്കാം. എന്താ ചോദിക്കാത്ത? നമ്മളെന്തായാലും ഇതാണ് ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ വണ്ടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെയാണ് ചിലവഴിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലടാ, മഴയാണ്, എന്തൊക്കെ അറിയില്ല. ഇന്ന് മഴ, റോഡ് ഒക്കെ നമുക്ക് മുന്നിൽ വന്ന ഓരോ കാര്യങ്ങളാണ്. എന്തായാലും അടിപൊളി ഇന്നത്തെ ദിവസം. ദാബയിൽ ഇപ്പം അധികം വണ്ടികളൊന്നും ഇല്ലല്ലോടാ. ഞങ്ങൾ കട്ടൻ ചായ അല്ലേ അപ്പോൾ ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായ കുടിക്കരുത്. ദാബയിലെ ചായ വെരി സ്ട്രോങ് ആയിരിക്കും, ദമ്മായിരിക്കും. ഉറക്കം കളയാനുള്ള ചായ ആയിരിക്കും. ഉറക്കം പോയി ചായ കുടിച്ചത്. പിന്നെ ദാബേൻ്റെ സെറ്റപ്പ് മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ മാത്രമല്ല ഫുൾ CCTV സർവൈലൻസിലാണ്, CCTV നിരീക്ഷണത്തിലാണ് അല്ലേ. പിന്നെ ഉണ്ടോ ഇവിടെ അവന്മാരിരുന്നാണ്ടാണ് ഒരു ഭക്ഷണം കഴിക്കുക. ആ പടിമരുന്നാണ്ട് അവന്മാർ പലക ഉണ്ടാവും. അത്തരത്തിൽ നല്ല രസമാണ് സംഭവം. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ തന്നെയാണ്. ഇന്നത്തെ ഒരു നൈറ്റ് ഇവിടെ എൻജോയ് ചെയ്യാമെന്നാണ് കരുതുന്നത്. ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ നല്ല സ്ഥലമുണ്ട്, പക്ഷേ വണ്ടികളൊക്കെ വന്ന് കയറുന്നുള്ളൂ. ക്യാമറ ലോറിക്കാരാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. അയ്യോ, ലോറി ഡ്രൈവർ എന്നാ? അയ്യോ, ഹോട്ടൽ ദാബ. 1 night. ഇപ്പോൾ ഇവരാണ് ഹോട്ടലിൻ്റെ ആൾക്കാരാണ്. നമ്മളെന്ന് വെറുതെ ചോദിക്കുന്നത്, നമ്മളവർ ചോദിക്കാതെ കൊണ്ടുവന്ന് ഇട്ടതാണ് അവിടെ. ഏതായാലും ഇന്നിവിടെ വലിയൊരു ആളും ബഹളമൊന്നുമില്ല. ചായ കുടിച്ചിട്ട് ചായ നല്ല ചൂടാണ് അല്ലേ. ആ സ്റ്റീലിൻ്റെ ഗ്ലാസും കൂടിയാണ്, നല്ല ചൂടുമാണ്. എന്നാലും മിയ സൂപ്പർ ചായ. അവൻ കുറച്ച് ദേശീയക്കാരനാണ്, പക്ഷെ എന്നാലും ആള് പാവർ.
എന്നാ പിന്നെ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോ ഇന്ന് ഇവിടെ തന്നെ ഫിക്സ് ആയി ഉറച്ചു. അപ്പൊ അത് യാതൊരു തർക്കമല്ല മാറ്റമല്ല അല്ലേ? ഒക്കെ കഴിഞ്ഞു എല്ലാം സെറ്റ്. അതിന്റെ ചെങ്ങന്മാരെ നാട്ടില് മഴയാണെന്ന് കരുതി നാട്ടിൽ നിന്ന് വിട്ട ആൾക്കാരെ ഞങ്ങള്. അപ്പൊ ഞങ്ങക്ക് എന്നും മഴ കിട്ടും രാത്രി. ഇപ്പൊ എന്താ സുഖം മഴയത്ത് കടന്നുറങ്ങുന്നുണ്ടോ? ക്ലാസ് കൂടെ മഴയാണ് അല്ലേ? പൊതച്ചു മൂടി കിടന്നുറങ്ങുക മാത്രല്ല നമുക്ക് ഫസ്റ്റ് ഒക്കെ ഒരു ഇത് നമുക്ക് വെള്ളം ചാടാൻ ഡിസ്റ്റർബ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ നമുക്ക് വെള്ളം ചാടുമ്പോ നല്ല രസമാണ്, നല്ല സുഖമാണ്. തണുത്ത കാറ്റുകൾ ഇങ്ങനെ കയറുന്നുണ്ട്. ഈ സൈഡിൽ കർട്ടനൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. എന്താ പറയാ, നമ്മൾക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ കൊത്തിരിക്കോ രണ്ടുപേര് വർത്താനം പറഞ്ഞു. കാരണം നമ്മൾ നിക്കുന്നത് ഒരു പാടമൊക്കെയാണ്. ആ സൈഡിലൊക്കെ പാടമാണ്. നിങ്ങള് നേരത്തെ കണ്ടാലും ഇതൊക്കെ വന്നിട്ട് നേരത്തെയാണ്. അതെ, ഏതായാലും അത്ര നല്ല വൈബിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സെറ്റാണ്. എന്നാ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഞങ്ങൾ ഇന്ന് ബെഡും കാര്യമൊക്കെയാണ് സെറ്റ് ആക്കുന്നൊന്നും അറിയില്ല. മഴയാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും. എന്നായിക്കോട്ടെ, ബൈ.